കണ്ണൂരിൽ ബാലസംഘത്തിന്റെ ഘോഷയാത്രയിൽ ഗുരുവിനെ ഹിന്ദുത്വവാദികൾ കുരിശിൽ തറച്ച നിശ്ചല ദൃശ്യം ചിത്രീകരിച്ചതിനെ തുടർന്ന് സിപിഐഎമ്മിന് രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. ഇനി ആരുടെയും ഇരയാകാൻ SNDP യോഗം നിന്നുകൊടുക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിലനിൽപ്പിനു വേണ്ടി ഇനി RSSമായോ താലിബാനുമായോ കൂട്ടുകൂടേണ്ടി വന്നാൽ ഉത്തരവാദി CPIM ആകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇരയാകാനില്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു വെള്ളാപ്പള്ളി CPIMനെ കടന്നാക്രമിച്ചത്. CPIM SNDPയുടെ കൂടെ നിന്ന യൂദാസുകളായി മാറിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. യൂദാസുകളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് SNDP യോഗത്തിന്റെ കൂടെ നിന്ന് യൂദാസുകളായി മാറിയിരിക്കുകയാണ്. ആ യൂദാസുകളുടെ ഈ പ്രവൃത്തിയെ ഞങ്ങൾ എങ്ങനെ സഹിക്കും? യൂദാസുകളെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഗുരുവിന്റെയും SNDP യോഗത്തിന്റെയും കാലനായി CPIM മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. കാലനായിട്ട്, അതായത് ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെയും അതിലൂടെ SNDPയുടെയും കാലനായിട്ട് ഇന്ന് അവതരിച്ചിരിക്കുകയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. SNDP യോഗത്തെയും ഗുരുവിനെയും അപമാനിച്ചാൽ സമുദായ ശക്തി സംഭരിച്ച് തിരിച്ചടി നൽകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. BJPയുമായോ RSSമായോ SNDP കൂട്ടുകൂടുകയാണെങ്കിൽ ഉത്തരവാദിത്തം CPIMനാകുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഇനി അങ്ങനെ ഒരു പാർട്ടിക്കും ഇരയാകാതെ ഞങ്ങൾ സ്വന്തം സാമുദായിക ശക്തി സമാഹരിച്ചുകൊണ്ട് അതിനെല്ലാം തിരിച്ചടി ജനാധിപത്യത്തിൽ പരമായി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരാക്കുന്നു. അതിന് BJP അല്ല, RSS അല്ല, ഏത് താലിബാൻകാരും വന്നാലും അതിനോട് കൂട്ടുകൂടാൻ ഞങ്ങൾ നിർബന്ധിതമാക്കിയാൽ അതിന് ഉത്തരവാദി ഞങ്ങളായിരിക്കില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.